ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടിയായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ഇതുമായിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഞാൻ കാണിച്ചു തരാം ഏതായ വണ്ടിയെന്ന്. ഗൈസ്, ഇതെൻ്റെ ഇവിടെ ഒരു മൊത്തൽ കിടപ്പുണ്ട്. ഇവനാണ് ആ സാധനം. ഗൈസ്, ഇത് പണ്ടത്തെ BMW ആണ്. ഗൈസ്, ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഗൈസ്, ഇതൊരു ടെർബോ ഉള്ളൊരു BMW ആണ്. പണ്ടത്തെ, അതായത് 1988 ഒരു BMW ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഗൈസ്, ഇത് BMW M5 എന്നാണ് ഈ ഒരു BMWൻ്റെ പേരെന്ന് പറയുന്നത്. ഗൈസ്, എന്തായാലും 1988 ആണ്. ഇത് ടെർബോ ഉണ്ട്. ഗൈസ്, ഇതിൻ്റെ പവറെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ ഈ കാണുന്ന മുതലൊന്നുമല്ല, 1988 പവറൊന്നും അല്ല ഗൈസ്. ഇതിന് നമ്മളിതിന് ഫുൾ അപ്ഗ്രേഡ് ചെയ്ത് ട്യൂൺ ചെയ്ത് വെച്ചേക്കാണ് നമ്മുടെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫുള്ളി പവറാണ് ഗൈസ്, ഭയങ്കര പവറാണ്. പണ്ടത്തെ തന്നെ ഇതാണ് ഗൈസ് അതിൻ്റെ സൗണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ശരിക്കും നല്ല ടെർബോയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഗൈസ്, അടിപൊളി വണ്ടിയാണ് ഗൈസ്. അതുപോലെ തന്നെ ഇതുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കാം. ഗൈസ്, നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോകാം. ഗൈസ്, നമുക്ക് ഇച്ചിരി കറങ്ങി തന്നെ പോവാം. നമ്മുടെ വണ്ടി നിറച്ച് ചള്ളയുണ്ട്. നമുക്ക് താഴെ ഒരു കുളം പോലെ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. അവിടെ പോയി നമുക്ക് വണ്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കി സെറ്റാക്കി നമുക്ക് പോവാം. ഗൈസ്, നമ്മുടെ വണ്ടി ടെർബോ ആണ് ഗൈസ്. അതിൻ്റെ പവർ എന്താണെങ്കിലും കാണിക്കും. ഗൈസ്, ഈ ഒരു വണ്ടി നിങ്ങൾ നോക്കിക്കോ. ഈ ഒരു വണ്ടി 400 കയറ്റാൻ ഞാൻ ഇതിന് വിടത്തില്ല ഉറപ്പായിട്ടും. ആ ഒരു ട്രാക്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് 400 കയറ്റിയില്ല ഗൈസ്. നമ്മൾ വണ്ടി അപ്പോഴേ തിരിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് 400 കയറ്റാൻ നോക്കും നമ്മൾ ഗൈസ്. എനിക്ക് ഉറപ്പാണ് അതിനുള്ള പവർ ഈ വണ്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് 100% ഉറപ്പാണ് ഗൈസ്. ഈ വണ്ടി 400 കയറണം. 400 കയറാനുള്ള പവറുണ്ട് ഗൈസ്. ബാക്കി കയറുമില്ല എനിക്ക് അറിഞ്ഞൂടാ. 400 കയറണം ഗൈസ്. 400 അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. അത് ഈ ഒരു പണ്ടത്തെ ഈ ഒരു BMW ഗൈസ്, പണ്ടത്തെ BMW നമുക്ക് പുച്ഛിക്കാൻ നമുക്കൊരു ഒന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. നമ്മുടെ BMW എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആണെങ്കിലും പുതിയ ആണെങ്കിലും പവറുള്ള സാധനം തന്നെയാണ്. നല്ല ജർമ്മൻ സാധനം തന്നെയാണ് ഗൈസ്. ഇവൻ പറക്കും ഗൈസ്. നമുക്ക് എന്തായാലും ഏകദേശം 9 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ 8.9 കിലോമീറ്റർ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇച്ചിരി ചുറ്റിയാണ് പോകേണ്ടത്, എന്നാലും സാരമില്ല. പക്ഷെ നമുക്ക് നൈസായിട്ട് പോവാം ഗൈസ്. നമുക്ക് ഈ ഒരു ഏരിയ ഇതിൻ്റെ പൊടിയൊക്കെ പറപ്പിച്ചാണ് ഗൈസ് വരുന്നത്. ചള്ളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി നിറച്ചും ചള്ളയായിട്ടുണ്ട് ഗൈസ്. പിന്നെ നല്ലൊരു റിഫ്ലക്ഷൻ ഉണ്ട് കേട്ടോ. പെയിൻറ്റിന് നല്ലൊരു കിട്ടിയ റിഫ്ലക്ഷൻ ഉണ്ട്. അത് നൈസാണ് ഗൈസ്. അതൊരു അടിപൊളി കാര്യം തന്നെയാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഗൈസിൻ്റെ റിമ്മ് BMW കാരുടെ റിമ്മ് തന്നെയാണ്. നമ്മളത് ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പെയിൻറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ചേഞ്ച് ചെയ്ത്. അതിൻ്റെ സൈഡിൽ കൊച്ചൊരു ഡിസൈൻ നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറക്കാനുള്ള വഴി പോവാം ഗൈസ്. ഇവിടെ വേണ്ട, അതുകൊണ്ട് ഇതേ ഗൈസ്, ഇവിടെയാണ് ആ ഒരു വെള്ളം എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ വെള്ളത്തിലങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഫുള്ള് കൈ എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങോട്ട് ഓക്കെ ഗൈസ്. നമ്മുടെ വണ്ടി വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നൈസായിട്ട് ചള്ളയൊക്കെ ഇപ്പോഴും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറേയൊക്കെ മാറി കേട്ടോ, കുറേയൊക്കെ മാറി അല്ലേ. കുറേ ചള്ള മാറിയിട്ടുണ്ട് ഗൈസ്. കുറേ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ വണ്ടിയുടെ ലുക്ക് അടിപൊളിയാണ്. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഗൈസ്. സൗണ്ട് സീനാണ് കേട്ടോ. സൗണ്ട് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് അടിപൊളിയാണ് ഗൈസ്. ഇവിടെ ഒരു എന്തുവാ സ്പീഡ് ലിമിറ്റ് കൊടുത്തേക്കുന്ന ഗൈസ് ഒരു 50 കിലോമീറ്ററാണ്. നമ്മൾ പോകുന്നത് 150 കിലോമീറ്ററിൽ ഗൈസ്. എന്താ പറയുക ഗൈസ്, ഇവന് പവർന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻ സാധനമാണ് ഗൈസ്. ഇവൻ്റെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഗൈസ്. ഇവൻ്റെ സ്റ്റിയറിങ് കാണുമ്പോഴേ അറിയാം ഇവൻ പണ്ടത്തെ BMW തന്നെയാണെന്ന്. ഇവൻ്റെ ആ ഒരു സ്റ്റിയറിങ് ലുക്കും ആ ഒരു ഇൻറ്റീരിയർ ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഗൈസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും പണ്ടത്തെ BMW തന്നെയാണെന്ന് ഗൈസ്. പിന്നെ നമുക്ക് ഇതിനകത്ത് സൗണ്ട് ഉണ്ടല്ലോ, ടെർബോ, അതിൻ്റെ ഒരു കിട്ടിലൻ സൗണ്ടാണ് ഇവൻ നമുക്ക് തരുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, ഇവൻ്റെ ടെർബോ സൗണ്ട് സീനാട്ടോ ഗൈസ്. ഇവൻ എന്തായാലും 100% ഉറപ്പ് 400 കിലോമീറ്റർ അടിക്കും ഗൈസ്. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്ക് ഞാൻ പണിതിട്ടുണ്ട് ഗൈസ് ഈ ഒരു വണ്ടിയിൽ. നമുക്ക് പവർ കുറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹാൻഡിലിങ് ഇച്ചിരി ടാസ്ക് ആയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം കൈ നിർത്തി നോക്കാം. പക്ഷേ ഗൈസ്, എന്താണേലും നമ്മൾ വണ്ടി 400 കയറ്റും. വേറെ ഒരു ഇതും ഇല്ല ഗൈസ്. വണ്ടി 400 കയറ്റും ഗൈസ്, ഉറപ്പായിട്ടും കയറ്റും. നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം ഗൈസ്. ഏകദേശം ഒരു 5.1 കിലോമീറ്റർ കൂടി ഇനിയും പോകണം. 5.1 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ശരിക്കും കൈ കൊടുത്താൽ ഉണ്ടല്ലോ
പറക്കും വണ്ടി ഗൈസ്, നല്ല രീതിയിൽ പോകും. പക്ഷേ വണ്ടി നല്ല രീതിയിൽ ഇടിക്കുകയും ചെയ്യും അതുപോലെ. കാരണം ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എപ്പോൾ വേണേലും വണ്ടി ഇതുണ്ട് അതുപോലെ പോകും. ഇപ്പോൾ ഓപ്പോസിറ്റ് പോയില്ല, അതുപോലെ ഇപ്പം നമ്മൾ നല്ല സ്പീഡ് വരികയാണെങ്കിൽ ആ ലോറിയിൽ ഉറപ്പായിട്ട് ഇടിക്കുമായിരുന്നു ഗൈസ്. ഈ ഒരു റൂട്ടിൽ ഈ ഒരു സ്പീഡ് തന്നെ ധാരാളമാണ്. ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്, പ്രത്യേകിച്ച് ഇവനെ ഗൈസ്. ഇവൻ നല്ല ടാസ്ക്കാണ് ഗൈസ്. ഇവിടെ നേരെ പോയിട്ട് നമുക്ക് ലെഫ്റ്റ് എടുക്കാം ഗൈസ്. ഇവിടെ നിന്ന് തന്നെയാണ് ഗൈസ് നമ്മുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഗൈസ്. ഇനി അങ്ങോട്ട് കറക്റ്റ് നേരെയുള്ള റൂട്ടാണ്, ഒരു വളവും തിരിവൊന്നും ഇല്ല. റോഡിന് നൈസായിട്ട് വളമൊക്കെ ഉണ്ട്, അല്ലാതെ നമുക്ക് ടേണിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. ഒറ്റ റൂട്ട് തന്നെയാണ്, ഈ റൂട്ടിൽ കൂടെ തന്നെ പോയാൽ മതി ഗൈസ്. ഇടിച്ച് ഇല്ല ഗൈസ്. വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല ഗൈസ്. വണ്ടി അത്യാവശ്യം കയ്യിലൊക്കെ നിർത്താം. നൈസായിട്ടൊരു തട്ട് കേട്ടോ ഗൈസ്. ഇവനൊക്കെ ഇപ്പോൾ അടിച്ച കളി ഇത്രേ ഉള്ളൂ ഗൈസ്. അവനെ അടിച്ച് കളഞ്ഞതുകൊണ്ട് നമ്മൾ മാപ്പി നോക്കിയാൽ മതി. അവൻ കുറേ പുറകെ പോയിട്ടുണ്ട്. പക്ഷേ ഗൈസ് നമ്മളിവിടെ സ്ലോ ചെയ്യും, നല്ല രീതിയിൽ സ്ലോ ചെയ്യും ഗൈസ്. എന്നിട്ട് ഇവിടെ ഒരു ഡ്രിഫ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. അവൻ തോണ്ട് പോകുന്നു ഗൈസ്. അവൻ എവിടോ ഇടിച്ച് തെറിപ്പിച്ച് നടുക്കൂടെ അവൻ പോയി കേട്ടോ. നടുക്കൂടെ അവൻ അപ്പുറത്തോട്ട് പോയി, ഡയറക്റ്റ് പോയി ഗൈസ്, ഡയറക്റ്റ് പോയി. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ നമ്മുടെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് അവനെ പറത്തും ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മുടെ BMW ടെർബോ, അതായത് BMW പണ്ടത്തെ M5, അതായത് 1988. ഇവിടെ നിന്നാണ് നമുക്ക് പവർ കാണിച്ചു തരാൻ പോകുന്നത് ഗൈസ്. ഇവൻ്റെ സൗണ്ട് ഗൈസ്, ടെർബോ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ലതാണ്. നമ്മൾ സൂപ്പറൊക്കെ തരുന്ന സെയിം ടെർബോ സൗണ്ട് തന്നെയാണ് ഗൈസ് ഇവൻ തരുന്നത് ഗൈസ്. പ്രത്യേകിച്ച് ഈ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും വേറെ ലെവൽ സൗണ്ട് തന്നെയാണ് ഗൈസ്. എന്തായാലും കൊള്ളാം, നമുക്ക് ഇവനെ കൊണ്ട് പറത്താം ഗൈസ്. ഇവൻ ഉറപ്പായിട്ട് 400 കിലോമീറ്റർ അടിക്കും ഗൈസ്, 100% ഗൈസ്. 400 കിലോമീറ്റർ അടിച്ചില്ലല്ലോ ഉള്ള കുഴപ്പം, കാരണം നമ്മൾ അത്രയും പവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഗൈസ് RPM പോകുന്നുണ്ടോ ഗൈസ്? നോക്കിയേ RPM നോക്കിയേ. ഫുള്ള് റെഡിന്ന് മാത്രം മാറുന്നേ ഇല്ല RPM. നോക്കി നിങ്ങൾ ഗൈസ്, സൗണ്ടൊക്കെ സീനാണ് കേട്ടോ. സ്പീഡോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അറ്റം മുട്ടി, ഇനി താഴോട്ട് പോകാനില്ല, അത്ര പവറിലാണ് സ്പീഡോമീറ്റർ എന്നൊക്കെ വെച്ചില്ല ഗൈസ്. 380 ഗൈസ്, 390 ഗൈസ്. 400 അടിച്ച് ഗൈസ്, 400 അടിച്ച് ഗൈസ്. ഈ ഒരു വണ്ടി 408 10 ഗൈസ്, 411 ഗൈസ്, 411 കിലോമീറ്റർ സ്പീഡിലാണ് ഗൈസ് ഈ ഒരു വണ്ടി നമ്മൾ അടിച്ചത്. നമ്മൾ ഒരിക്കലും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഈ ഒരു വണ്ടി എനിക്ക് 400 കിലോമീറ്റർ സ്പീഡിൽ കയറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് അത് സാധിച്ചു. കാരണം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കയറുമെന്ന് വിചാരിച്ചു, പക്ഷേ ഗൈസ് നമ്മളെ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, നമ്മൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മളെ വണ്ടി ഡൗൺ ആകും. ആ വളവിൻ്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ 400 കിലോമീറ്റർ ഒന്നും കയറാൻ പറ്റില്ല നമ്മളെ വണ്ടിക്ക്. അതാണ് ഗൈസ് ചെറിയൊരു ടാസ്ക് എനിക്ക് തോന്നിയത്. പക്ഷേ ഗൈസ് 400 കിലോമീറ്റർ നമ്മൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. നല്ല മഴയാണ്, അതുകൊണ്ട് നല്ല കൺട്രോളും നല്ല ബുദ്ധിമുട്ടും കാണും. ഗൈസ് നമ്മുടെ BMW ഇപ്പം സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ആയിട്ട് സെറ്റായി സുന്ദര കുട്ടപ്പനായി ഗൈസ്. ഇനി നമുക്ക് വണ്ടി അങ്ങോട്ട് ഒതുക്കാം ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, നമുക്ക് ഒന്നിച്ച് ഈ ഒരു ഗെയിം കളിക്കാം ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.